ഇതാ സാഹോദര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്രനടയിൽ സമൂഹ നോമ്പുതുറ നടക്കുന്നു. ബ്രഹ്മ കലശ ഉത്സവം നടക്കുന്ന കാസർഗോഡ് അരവത്ത് മട്ടയിങ്ങാനം കഴകം പൂമ്പാണംകുഴി ക്ഷേത്രത്തിലെ സമൂഹ നോമ്പുതുറയാണ് മതമൈത്രിയുടെ സംഗമവേദിയായത്. അപരിചിതം തോന്നുന്നില്ല. കാരണം എന്റെ ചെറുപ്പത്തില് ഞങ്ങൾ എല്ലാവരും ഈ അമ്പലത്തിന്റെ ഈ വളപ്പിൽ തന്നെയായിരുന്നു. അന്ന് അവിടെ കുറ്റിക്കാടും മറ്റേ കരിങ്ങപ്പാവ് എന്ന് പറയുന്ന ചെറിയൊരു പഴവും മറ്റേ കാരപ്പാലായിട്ട് അന്ന് എല്ലാ ദിവസവും സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങള് കൂട്ടുകാരെല്ലാം ഈ അമ്പലത്തിന്റെ വളപ്പിൽ തന്നെയായിരുന്നു. അവിടെ ഒരു വലിയൊരു അപരിചിത്വമൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ പരങ്ങാനുണ്ടാകുന്ന സമയത്ത് ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ രാവിലെ നടത്തിയ ഈ മൈത്രി സമ്മേളനവും വൈകുന്നേരം നടത്തിയ ഈ കൂട്ടു നോമ്പുതുറയും അത് നമ്മുടെ നാട്ടിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഞാൻ KV ബൈജുവിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നോമ്പുതുറ എങ്ങനെയാണ് നടന്നത് എന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. KV ബൈജു നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊന്നും നമ്മൾ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ തന്നെയാണ്. ഇതാ ഒരു അതിമനോഹരമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്താണെങ്കിലും അവിടെ അലങ്കരിച്ചൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഇതര മതസ്ഥർ, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ എത്തി ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് അവർക്കും വിലക്കില്ല, ആ ക്ഷേത്രത്തിൽ വരുന്നതിന് അവരെയും വിലക്ക് കാണുന്ന സാഹചര്യമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്താണ് പ്രേക്ഷകരോട്? ഇതിപ്പോൾ കാസർഗോഡ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ തിരുവനന്തപുരം വരെയുള്ള പ്രേക്ഷകർക്ക് ഇതെന്താണ് എന്നറിയാനുള്ള ആഗ്രഹമുണ്ടാകും. അതേ അഭിലാഷേ, യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള വളരെ മനസ്സിന് കുളിർമയാകുന്ന മതസാഹോദര്യം വിളിച്ചോതുന്ന ഒരു ദൃശ്യം തന്നെയാണിത്. അങ്ങനെയുള്ള ഒരു പരിപാടി തന്നെയാണിത്. നമുക്കറിയാം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വലിയ തോതിൽ ഭിന്നിപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ റംസാൻ പുണ്യമാസത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അരവത്ത് മട്ടയങ്ങാനം കഴകം പൂമ്പാണം ക്ഷേത്രത്തിലാണ്. പൂമ്പാണംകുഴി UAE കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. അവിടെ സമീപത്തുള്ള മഹൽ കമ്മിറ്റിയിലെ ആളുകളും ഒക്കെ ഒത്തുചേർന്ന് വലിയ തോതിലൊരു നോമ്പുതുറ അവിടെ ഒരുക്കുന്നു. അത് മാത്രമല്ല, ബ്രഹ്മ കലശോത്സവം നടക്കുന്ന ഒരു വേള കൂടിയാണ് ഇവിടെ. മൂവാളംകുടി ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും ഒക്കെ ഉറഞ്ഞാടുന്ന ഒരു സമയം. ആ ക്ഷേത്രത്തിൽ അത്തരത്തിൽ വലിയ തോതിൽ ആളുകളെത്തി ഭക്തിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നത് എന്നതും വളരെ പ്രധാനമാണ്. അതായത് ഈ ക്ഷേത്ര ഉത്സവത്തിൽ അന്നദാനമൊക്കെ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. പക്ഷേ ഈ അന്നദാനത്തിന് മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പ് കാലമായതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചതും വലിയ തോതിൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് ഒന്നായി എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതും അത് ആഘോഷപൂർവ്വം കൊണ്ടാടിയതും. എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ ഈ ഒരു പരിപാടി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു മാതൃകയാണ്. ഈ നോമ്പ് കാലത്ത് പല തരത്തിലുള്ള പല സംഘടനകളും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ഉൾപ്പെടെ നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരു ക്ഷേത്ര തിരുമുറ്റത്ത് തന്നെ, അതും കളിയാട്ടം നടക്കുന്ന ഒരു വലിയ ബ്രഹ്മകലശോത്സവം നടക്കുന്ന ആധ്യാത്മിക പരിപാടികൾ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരുപാട് ആളുകൾ, അത് രാഷ്ട്രീയ പാർട്ടി വിവിധ രാഷ്ട്രീയ കക്ഷി ആളുകളുണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു റംസാൻ നോമ്പ് വ്രതം ആഘോഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വലിയ കയ്യടി നേടുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇത് UAE കമ്മിറ്റി, പൂമ്പാണംകുഴി UAE കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു നോമ്പുതുറ ഉണ്ടായത്. അതിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളുണ്ട്, പുറത്തു നിന്നുള്ള ആളുകളുണ്ട്, നാനാ മതസ്ഥത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരും ഒത്തുചേരുന്ന സാഹചര്യമാണ്. ഇത് മാത്രമല്ല, ഇവിടെ കലവറ നിറക്കൽ ഘോഷയാത്രയ്ക്ക് പള്ളി ജുമാഅത്ത് കമ്മിറ്റിയാണ് അവർക്ക് വെള്ളവും കുടിവെള്ളവും മറ്റും നൽകുന്ന കാര്യമുണ്ടായത്. അതുപോലെ തന്നെ നബിദിന റാലി ആയാലും ആ നബിദിന റാലിക്ക് നമുക്ക് മനസ്സ് കുളിർമയാകുന്ന
കുളിർമയേകുന്ന ആ ഒരു കാഴ്ച കാണാൻ അവിടെ സാധിക്കും. മുസ്ലിം സഹോദരങ്ങൾക്ക് പാനീയവും മറ്റും നൽകുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പാനീയം നൽകുന്ന ഒരു കാഴ്ച, അങ്ങനെ സഹോദര്യം വലിയ തോതിൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പൂപ്പാടംകുഴിയും ഈ ക്ഷേത്രവും പരിസരമൊക്കെ ഉണ്ടാകുന്നത്. തച്ചങ്ങാട് എന്ന് പറയുന്ന കാഞ്ഞങ്ങാടിനടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ക്ഷേത്രമുള്ളത്. മനോഹരമായ, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ ക്ഷേത്രം. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും എല്ലാം പരസ്പരം മത സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന വർഷങ്ങളായി ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള മാതൃകകൾ തീർത്ത ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് ഇങ്ങനെ നോമ്പുതുറ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. അഭിലാഷ്. യെസ്, അതാണ് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടരുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഇതാ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ ഇത്തരം വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അതിലേറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായി നമ്മൾ ശബരിമല തീർത്ഥാടനത്തെയാണ് കാണുന്നത്. എന്നാൽ ഒരു പക്ഷേ ഇതര മതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത ചില ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അവിടെ പ്രവേശിക്കണമെങ്കിൽ തങ്ങൾക്കിതിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ എഴുതി നൽകേണ്ട സാഹചര്യമുണ്ട്. അത്തരം ചില ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. പക്ഷേ അതിനെ പൊതുവായി ചിത്രീകരിക്കുകയല്ല. പക്ഷേ ചില മതസ്ഥർ എങ്കിലും അങ്ങനെ ഇതര മതസ്ഥാപനങ്ങളിലോ ആരാധനാലയങ്ങളിലോ പോകുന്നത് തെറ്റാണ് എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ടാകാം. മുസ്ലിം മതവിഭാഗത്തിലും അത്തരത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ അതെല്ലാം ഒരു സാമാന്യവൽക്കരണമല്ല, അതവരുടെ വ്യക്തിപരമായ കാര്യം ആണ് എന്നതുകൂടിയാണ്. അവരുടെ വിശ്വാസത്തെ അത് മറ്റൊരുത്തൻ്റെ വിശ്വാസവുമായി താരതമ്യം ചെയ്യേണ്ടതില്ല, മറിച്ച് അത് വ്രണപ്പെടുത്തുന്നു എങ്കിലാണ് ആ സമൂഹത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ ഇതാ ഒരു പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടതാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നു, എനിക്കിതിൽ ഒരു പുതുമയും തോന്നുന്നില്ല. ആ നോമ്പ് തുറയ്ക്ക് എത്തിയ ഒരു മുസ്ലിം മതവിശ്വാസിയാണ് പറയുന്നത്, എനിക്കതിലൊരു പുതുമയുമില്ല, കാരണം ഞങ്ങൾ ഈ അമ്പലമുറ്റത്ത് തന്നെയാണ് വളർന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതൊരിക്കൽ കൂടി നമ്മൾ കേട്ടു നോക്കാം. പരിചയം തോന്നുന്നില്ല, കാരണം എന്റെ ചെറുപ്പത്തില് ഞങ്ങൾ എല്ലാവരും ഈ അമ്പലത്തിന്റെ ഈ വളപ്പിൽ തന്നെയായിരുന്നു. അന്ന് അവിടെ കുറ്റിക്കാടും മറ്റേ കരിങ്ങപ്പാവ് എന്ന് പറയുന്ന ചെറിയൊരു പഴവും മറ്റേ കാരപ്പായലായിട്ട് അന്ന് എല്ലാ ദിവസവും സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങള് കൂട്ടുകാരെല്ലാം ഈ അമ്പലത്തിന്റെ വളപ്പിൽ തന്നെയായിരുന്നു. അവിടെ ഒരു വലിയൊരു അപരിചിത്വമൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ പരങ്ങാനുണ്ടാകുന്ന സമയത്ത് ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ രാവിലെ നടത്തിയ ഈ മത മൈത്രി സമ്മേളനവും വൈകുന്നേരം നടത്തിയ ഈ കൂട്ടു നോമ്പ് തുറയും അത് നമ്മുടെ നാട്ടിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. യെസ്, അത് തന്നെയാണ് സന്ദേശം. ഒരുപക്ഷെ പ്രേക്ഷകർ ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം, എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടക്കുമോ എന്ന്. അതാണ് ഉറപ്പിച്ച് പറയുന്നത്, എല്ലാ ക്ഷേത്രങ്ങളിലും എന്നല്ല. പക്ഷേ അത് നിയന്ത്രണമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, നിയന്ത്രണം ഉള്ള ക്ഷേത്രങ്ങൾ ഉണ്ട്. അതിനെ സാമാന്യവൽക്കരിച്ചല്ല ഈ വിഷയത്തെ കാണേണ്ടത് എന്നാണ്. ഇനി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.